പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ വനം മന്ത്രി AK ശശീന്ദ്രൻ. അങ്ങനെ ഒരു സംശയമാണ് താൻ പ്രകടിപ്പിച്ചത് എന്നും മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും മന്ത്രി വിശദീകരിച്ചു. മുഖ്യമന്ത്രി അസംതൃപ്തി പ്രകടിപ്പിച്ചുവെന്ന വാർത്തയും മന്ത്രി തള്ളി. LDF-ൽ അതിനെപ്പറ്റി ഒരു ചർച്ചയില്ല. LDF-ന്റെ കൺവീനർ TP രാമകൃഷ്ണനും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും വിജയരാഘവൻ PB മെമ്പറും എല്ലാം ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണമെല്ലാം സമാനമായ പ്രതികരണങ്ങളാണ്. അതിനപ്പുറത്ത് പുതുതായിട്ട് ഇന്ന് രാവിലെയോ ഇന്നലെ രാത്രിയോ പുതിയതൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിയില്ലെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പക്ഷേ അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് ഇപ്പം ഇവിടെ ഏഷ്യാനെറ്റ് രാത്രി 12 മണിക്ക് വന്നപ്പോൾ പറഞ്ഞ് ഇത് പെട്ടെന്ന് നടന്നതിൻ്റെ പിന്നിൽ ഇതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ്. ഈ ഒരു സംഭവത്തെ തെരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നു എന്നാണ് എല്ലാ ക്ലിപ്പിങ്സും ചോദിച്ചത്. ഇതായിപ്പം ഗൂഢാലോചന. എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു ശ്രമത്തിൽ മാധ്യമങ്ങൾ ദയവായി പങ്കെടുക്കരുത്. മിനിസ്റ്റർ പറയുന്നത് കുട്ടി മരിച്ച സംഭവത്തെ UDF രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചതാണ്. അത് അത്ര പെട്ടെന്ന് നടന്നില്ലെന്ന് ഞാനൊന്നും പറഞ്ഞില്ല. അത്ര പെട്ടെന്ന് മലപ്പുറത്ത് വരെ പരിപാടി നടന്നെങ്കിൽ നിലമ്പൂരിൽ പരിപാടി നടക്കും മുമ്പേ, പ്രതിഷേധം നടക്കും മുമ്പേ മലപ്പുറത്ത് പ്രതിഷേധം നടപ്പോൾ അവർ എന്ന് പറഞ്ഞാൽ കിട്ടിയ അവസരം മുതലാക്കാനുള്ള എല്ലാ ഏർപ്പാടും അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചവരെല്ലാം തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കുട്ടി മരിച്ചതിൽ ഈ കുട്ടി അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് പറഞ്ഞത്, മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് കേസ് എടുത്തിട്ടുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ എങ്ങനെ അതിനെങ്ങനെ ഒരു ഗൂഢാലോചന? മിനിസ്റ്റർ ഇന്നലെ പറഞ്ഞത് ഈ അപകടത്തിൽ സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സംശയമുണ്ട്, അത് ബോധപൂർവമായി അല്ല. നിങ്ങളെ ക്ലിപ്പിംഗ് എടുത്ത് വെക്കുക. ഇന്നലെ രാത്രി അവസരം വിനിയോഗിക്കാൻ ഉപയോഗിച്ചു. അല്ല, മാത്രമല്ല മിനിസ്റ്റർ ഇന്നലെ പറഞ്ഞു പ്രദേശവാസികൾ ഇന്നലെ വൈകുന്നേരം പോയപ്പോൾ ഫെൻസിംഗ് അവിടെ കണ്ടില്ല, പിന്നീട് എന്ന് ആക്ഷേപമുണ്ടെന്നാണ് എന്ന് നിങ്ങൾ ഏതോ ചാനൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ഇത് ചാനലിൽ കണ്ടിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ഏതോ ഒരു ചാനലിൽ പ്രദേശവാസികൾ ഇത് നേരത്തെ അവിടെ ഫെൻസിങ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ കൊടുത്തല്ലോ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്തതല്ലേ. അതിനെങ്ങനെ ഞാൻ ഈ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നലെ നമ്മൾ ചോദിച്ചു, മിനിസ്റ്റർ കൃത്യമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. അല്ലല്ല, നിങ്ങളെ രാത്രി 12 മണിക്ക് അടുത്ത് രാവിലെ പിന്നീട് കണ്ടിരുന്നല്ലോ. ഇല്ല, അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അത് ടെസ്റ്റ് ഇത്തരം ഒരു മരണം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാ ഇത് സർക്കാർ സ്പോൺസേഡ് മർഡറാണെന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്താണ്? അതെങ്ങനെയാ, ആ വിവരം എങ്ങനെയാ ഈ പറഞ്ഞവർക്ക് കിട്ടിയത്? അരമണിക്കൂറിന് മുമ്പ് 8:00-ക്കോ 9 മണിക്കോ സംഭവം ഉണ്ടായിട്ട് അരമണിക്കൂറിനകം അവരെന്താ പറഞ്ഞത്? ഇത് ഗവൺമെന്റ് സ്പോൺസേഡ് മർഡറാന്ന് പറഞ്ഞാൽ സർക്കാർ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരാളെ കൊല്ലാൻ. അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഉത്കണ്ഠയില്ലല്ലോ.